നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മെർത്തി. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചനങ്ങളാണ്. അത് കർത്താവായ യേശു പഠിപ്പിച്ച വിധക്കാരൻ്റെ ഉപമയും അതിൻ്റെ വിശദീകരണവുമാണ്. ഒരു ദിവസം യേശു ഗലീലി കടൽ തീരത്ത് വന്നു. വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിന് ചുറ്റും വന്നു നിന്നു. അപ്പോൾ യേശു കടലിൽ കിടന്നിരുന്ന ഒരു വഞ്ചിയിൽ കയറിയിരുന്നു. ജനങ്ങളെല്ലാം തീരത്ത് കടലിന് അഭിമുഖമായി നിന്നു. അപ്പോൾ യേശു അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഇതാണ് വിധക്കാരൻ്റെ ഉപമ. യേശു പഠിപ്പിച്ചു. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ നടക്കുമ്പോൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് അത് തിന്നുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിനാൽ അതിന് ബലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ല. വേറെ ചിലത് മണ്ണ് അധികം ആഴമില്ലാത്ത പാറമേൽ വീണു. അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങിയെങ്കിലും അതിന് വേരില്ലാതിരുന്നതിനാൽ ഉച്ചവെയിലേറ്റ് അത് വാടിക്കരിഞ്ഞു പോയി. അതിനാൽ അതിനും ബലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വേറെ ചിലത് നല്ല നിലത്ത് വീണു. അത് 30 മേനിയും 60 മേനിയും 100 മേനിയും ബലം പുറപ്പെടുവിച്ചു. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇനി ഇതിൻ്റെ വിശദീകരണമാണ് ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതിങ്ങനെയാണ്. വഴിയരികിൽ വീണ വിത്ത്. വഴിയരികിൽ വിതച്ചത് വചനം തന്നെയാണ്. ആ വചനം കേട്ട ഉടനെ സാത്താൻ വന്ന് അവനിൽ നിന്ന് വചനം ബഹിഷ്കരിക്കുന്നു. കാരണം അവന് ആ വചനം മനസ്സിലാകുന്നില്ല. വചനം കേട്ട് ആ വചനം മനസ്സിലാകാതെ വരുമ്പോൾ ആ വചനം അവനിൽ നിന്ന് സാത്താൻ നീക്കം ചെയ്യുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. മുൾച്ചെടികൾക്കിടയിൽ വീണത്. വചനമാകുന്ന വിത്ത് ഒരുവനിൽ വീണുവെങ്കിലും അവൻ വചനം ശ്രവിക്കുവാൻ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജീവിത വ്യഗ്രത, പണത്തിൻ്റെ ആകർഷണം എന്നിവ നിമിത്തം അവനെ വചനം ഞെരുക്കിക്കളയുന്നതിനാൽ അവന് ബലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. ഇതാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. എന്നാൽ പാറമേൽ വീണ വിത്ത്, അത് വചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്നാൽ അവന് വേരില്ലാത്തതിനാൽ കേട്ട ഉടൻ തന്നെ അത് വീണുപോകുന്നു. ഇതാണ് പാറമേൽ വീണ വിത്ത്. നല്ല നിലത്ത് വീണ വിത്ത് വചനം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അവരാണ് 30 മേനിയും 60 മേനിയും 100 മേനിയും ബലം പുറപ്പെടുവിക്കുന്നത്. ഇതാണ് യേശു പഠിപ്പിച്ച വിധക്കാരൻ്റെ ഉപമയും അതിൻ്റെ വിശദീകരണവും.